അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, സൂറത്ത് സുമർ 44-ാമത്തെ വചനം, ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ ലഹു മുൽക്കു സമാവാതി വൽ അർദ് സുമ്മ ഇലൈഹി തുർജഊൻ. പ്രവാചകരെ പറയുക, ശുപാർശ അള്ളാഹുവിനുള്ളതാകുന്നു മുഴുവനും. ആകാശഭൂമികളുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. പിന്നീട് നിങ്ങൾ മടക്കപ്പെടുന്നതും അവനിലേക്കാണ്. സമൂഹത്തിനിടയിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ശുപാർശ. അതിലെ തെറ്റായ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ ശുപാർശ ചെയ്യും എന്ന പ്രതീക്ഷയിൽ ധാരാളം മരണപ്പെട്ടു പോയ മഹത്തുക്കളായ ആളുകളുടെ കബറിലൊക്കെ പോയി നിന്ന് ശുപാർശയ്ക്ക് വേണ്ടിയും മറ്റാവശ്യങ്ങൾ, ഭൗതികമായ ആവശ്യങ്ങൾ ഉന്നയിച്ചും പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. തദ്വാര അവരുടെ വിശ്വാസം വികലമാക്കപ്പെടുകയും ചെയ്യുകയാണ്. അള്ളാഹു തീരുമാനിക്കുന്ന ചില ആളുകൾക്ക് വേണ്ടിയുള്ള ശുപാർശകൾ നടക്കപ്പെടും. അത് ശുപാർശ ചെയ്യുന്നതും ചെയ്യപ്പെടുന്നതും ആര് എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു തന്നെയാണ്. ആരുടെ ശുപാർശയാണ് സ്വീകരിക്കേണ്ടത്, അവർക്ക് വേണ്ടിയുള്ള ശുപാർശയാണ് സ്വീകരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതെല്ലാം അള്ളാഹു തന്നെയാണ്. അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ശുപാർശ ചെയ്യുന്ന ആളുകൾ ശുപാർശ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന് വേണ്ടിയുള്ള സഹായകമാണോ? അല്ല. മറിച്ച് എന്തിനു വേണ്ടിയാണ് ശുപാർശ? അതിനെ സംബന്ധിച്ച് മഹാനായ ഇബ്നു തൈമിയ സൂചിപ്പിച്ചത് പ്രകാരമാണ്. അതിലൊന്ന്, ശുപാർശ ചെയ്യാൻ അള്ളാഹു അനുമതി കൊടുക്കുന്ന ആളുകൾക്ക് ലഭ്യമാകുന്ന ഒരു ആദരവാണ് ആ തിരഞ്ഞെടുക്കപ്പെടുക. രണ്ടാമത്തേത്, ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് ആ ചെയ്യപ്പെടുന്ന ആളുകൾ അവർക്ക് ലഭ്യമാകുന്ന ഒരു പ്രയോജനവുമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സമർപ്പിക്കപ്പെടുന്ന ശുപാർശ. അതിന് തന്നെയും അള്ളാഹുവിൻ്റെ തീരുമാനം ഉണ്ടാകണം, അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പ് ഉണ്ടാകണം, എങ്കിലേ അത് സാധ്യമാവുകയുള്ളൂ. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശുപാർശക്ക് അവസരം ലഭ്യമാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ശുപാർശ വളരെ സുപ്രധാനമായ കാര്യം തന്നെയാണ്. പക്ഷേ സമൂഹം മനസ്സിലാക്കി വച്ചിട്ടുള്ളത് പോലെയല്ല കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനികമായി എന്താണ് ശുപാർശ, ആർക്കാണ് ശുപാർശ, ആരാണ് ശുപാർശക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ എന്നൊക്കെ നമ്മൾ അറിയേണ്ടതും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനാനുസാരം സൂക്ഷ്മതയോടെ പ്രവാചക അധ്യാപനങ്ങൾക്കുള്ളിൽ നിന്ന് ജീവിക്കുന്ന സൗഭാഗ്യശാലികളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.